എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് ശിവന്യ. ഓണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പ്രഭാഷണമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ പഴയകാല ഈരടികളാണ്. മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇത് വെറുമൊരു പാട്ടല്ല. ജാതിയും മതവും സാമ്പത്തിക അസമത്വവും ഇല്ലാത്ത സമത്വ സുന്ദര കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യന്റെ അളവറ്റ അഹങ്കാരത്തെയും അത്യാഗ്രഹത്തെയും ഇല്ലാതാക്കാൻ പ്രകൃതിക്കും ദൈവത്തിനും 3 അടി മണ്ണ് മാത്രം മതി എന്ന വലിയ തത്വചിന്ത ഇതിന് പിന്നിലുണ്ട്. പണ്ട് കാലത്ത് ഓണാഘോഷം എന്ന് പറയുന്നത് 10 ദിവസമായിരുന്നു. അത്തം മുതൽ തിരുവോണം വരെ. അത്തന്നാൾ മാവേലി വരുമെന്ന പ്രതീക്ഷയോടെ വീട്ടമ്മമാരും കുട്ടികളും ചേർന്ന് അത്തപ്പൂക്കളമിട്ട് തുടങ്ങും. ചോദ്യനാൾ വീട് മുഴുവൻ ചാണകം മെഴുകി വൃത്തിയാക്കും. വിശാഖം നാൾ ഓണക്കോടി എടുക്കുന്നതിന്റെ തിരക്കാണ്. പാവപ്പെട്ടവർക്ക് പോലും ഒരു മുണ്ടെങ്കിലും കിട്ടും. രാജാവിന്റെ നിയമമായിരുന്നു അത്. തിരുവോണം നാൾ 26 കൂട്ട് സദ്യ. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ജാതിയും മതവും പണവും നോക്കാതെ എല്ലാവരും ഒരുമയോടെ ഒരേ നിലയിൽ ഒരേപോലുള്ള ഇലയിൽ നിലത്തിരുന്ന് ഓണസദ്യ കഴിച്ചിരുന്നു. അതായിരുന്നു പണ്ട് കാലത്തെ ഓണത്തിന്റെ പ്രത്യേകത. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഓണക്കളികൾ. വടംവലി, കയ്യാങ്കളി, പുലികളി, അങ്ങനെ നാട് മുഴുവൻ ഒരുമിച്ചായിരുന്നു. അന്ന് ഓണാഘോഷം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ ഒരാഘോഷമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. ആഘോഷവും ഐതിഹ്യവും മാറി. ഇപ്പോൾ ഓഫർ ഐതിഹ്യമാണ്. കണ്ടിട്ടില്ലേ? ഓണം സെയിൽ 50% ഓഫ്, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, അങ്ങനെയുള്ള ഓരോ ഓഫറുകളുടെ ആഘോഷമാണ് ഇപ്പോൾ ഓണം. എന്നാൽ ഇന്ന് നമ്മൾ പൂക്കളമിടുന്നതും സദ്യ ഒരുക്കുന്നതും എന്തിനാണ്? സ്റ്റാറ്റസ് ഇടാനും റീൽസ് എടുക്കാനുമാണ്. എന്നാൽ ഇന്ന് പൂക്കളം ഒരുപാട് വലുതായി. പക്ഷേ മനുഷ്യരുടെ മനസ്സ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. പൂക്കളത്തിൽ നിന്നും തുമ്പയും മുക്കുറ്റിയും പോയി. പകരം പ്ലാസ്റ്റിക് പൂക്കളം വന്നു. ഒത്തൊരുമയോടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്നത് കുറഞ്ഞു. കാറ്ററിംഗ് സർവീസ്, സൊമാറ്റോ, സ്വിഗ്ഗി എന്നീ ഓൺലൈൻ ഷോപ്പുകളെ ആശ്രയിച്ചു തുടങ്ങി. പബ്ജി, ഫ്രീ ഫയർ എന്നീ ഗെയിമുകൾ വന്നതോടെ കുട്ടികൾ ഓണക്കളികൾ മറന്നു. വീഡിയോ കോൾ വന്നതോടെ കുടുംബാംഗങ്ങൾ പരസ്പരം ഒത്തുചേരുന്നത് കുറഞ്ഞു. വാട്സാപ്പ് മെസ്സേജുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മാത്രമായി ആശംസകൾ ചുരുങ്ങി. പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയുന്നില്ല. പക്ഷെ അതുപോലെ നമ്മുടെ മനസ്സും സംസ്കാരവും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാവേലി തിരിച്ചു വരുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ശരിക്കും നമ്മളാണ് മാവേലിയുടെ അടുത്തേക്ക് പോകാത്തത്. പണ്ട് കാലത്ത് ഓണാഘോഷം എന്ന് പറയുന്നത് നന്ദിയുടെ ആഘോഷമായിരുന്നു. ചിങ്ങം വന്നാൽ കർഷകൻ വയലിൽ നെൽക്കതിരിനോട് നന്ദി പറയും. വീട്ടമ്മ പൂ പറിക്കുമ്പോൾ മരത്തോട് നന്ദി പറയും. സദ്യ കഴിഞ്ഞ് വാഴയില മടക്കുമ്പോൾ ഭൂമിയോട് നന്ദി പറയും. എന്നാൽ ഇത് നമ്മൾ ആർക്കാണ് നന്ദി പറയുന്നത്? ഒന്ന് ഓർത്തു നോക്കൂ.
നമ്മൾ നന്ദി പറയുന്നു. എന്നാൽ വെള്ളം തന്ന കിണറിനോടോ നെൽ തന്ന കർഷകനോടോ നമ്മൾ നന്ദി പറയാൻ മറക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കൈകളിൽ മൊബൈൽ ഫോണുകളും കാറുകളും ഉണ്ടായേക്കാം. പക്ഷേ അന്നത്തെ നമ്മുടെ പൂർവികർക്ക് മണ്ണും മഴയും വിത്തും മാത്രമായിരുന്നു സമ്പാദ്യം. അധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളികൾക്ക് അവർ നൽകിയ വിലയാണ് ഓണസദ്യയായി നമ്മുടെ മുന്നിലെത്തുന്നത്. പണ്ട് നമ്മുടെ മാവേലി നാട് ഭരിച്ചിരുന്ന കാലത്ത് എല്ലാവരും തുല്യരായിരുന്നു. പണക്കാരൻ പാവപ്പെട്ടവൻ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമയോടെ ഒരേ നിരയിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. എന്നാൽ ഇന്നിരിക്കുന്ന സ്ഥലത്തിനും ഭക്ഷണത്തിനും പോലും വേർതിരിവുണ്ട്. ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും VIP-കൾക്ക് പ്രത്യേക ഭക്ഷണവും ടേബിളും ഉണ്ടാകും. പല ആഘോഷ പരിപാടികളിലും നമുക്ക് ഈ വേർതിരിവ് കാണാം. VIP-കൾക്ക് പണം നൽകി മുൻനിരയിൽ സീറ്റും സാധാരണക്കാർക്ക് പിറകിലുമായിരിക്കും. ഒന്ന് ഓർക്കണം, വയർ നിറയെ ഉണ്ണുന്നതിലല്ല, വിശക്കുന്നതിനൊരു പങ്ക് നൽകുന്നതിലാണ് ഓണത്തിന്റെ യഥാർത്ഥ സംതൃപ്തി എന്ന് പറയുന്നത്. വലിയവനെന്നും ചെറിയവനെന്നും വേർതിരിവില്ലാത്ത ഒരു ഓണം. അതാണ് നമ്മുടെ മാവേലി കാണാൻ ആഗ്രഹിച്ച ഓണം. ഏതൊരാഘോഷത്തിന്റെയും ലക്ഷ്യം നമ്മുടെ നന്മകളെ ഉണർത്തുക എന്നതാണ്. ഒരു നുള്ളു സ്നേഹം, ഒരു ചിരി, ഒരു കൈത്താങ്ങ് ഇവ ചുറ്റുമുള്ളവർക്ക് നൽകാൻ നമുക്ക് കഴിയണം. പണ്ട് പഴമക്കാർ പറയാറുണ്ട്, ഉള്ളിൽ വെളിച്ചമുള്ളവർക്ക് ചുറ്റുമുള്ളവർക്ക് വെളിച്ചമാകാൻ കഴിയൂ എന്ന്. ഓണം നമുക്ക് തരുന്ന സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും വെളിച്ചം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.